അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവാകാൻ കഴിയുക? ഇവിടെ ഞാൻ പറയുമ്പോൾ പകൽ, ഞാൻ പറയുമ്പോൾ രാത്രി. നയിക്കാൻ സഹോദരന് വരണമെന്നാണ് എല്ലാരും. നോക്കൂ, ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് പ്രായം 80 കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് പ്രായം 80 കഴിഞ്ഞിരിക്കുന്നു. നീ വെറുതെ നുണ പറയരുത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഒരർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ജനവിധിയെ മാനിച്ചുകൊണ്ട് ഒരു ഗ്രേസ്ഫുൾ എക്സിറ്റ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പിണറായി വിജയൻ നടത്തണമായിരുന്നു. അല്ലെങ്കിൽ പാർട്ടി അത്തരത്തിലൊരു തീരുമാനമെടുക്കണമായിരുന്നു. പറയണോ? കുഴപ്പമാവില്ലേ? പറയാതിരുന്ന അതിനും കുഴപ്പമാവില്ലേ? പിണറായി വിജയന്റെയും എം വി ഗോവിന്ദന്റെയും ശൈലിയാണ് തിരിച്ചടിക്ക് കാരണമായതെന്നാണ് വിമർശനം. എങ്ങനെ കഷ്ടിച്ചാണ് മുഖ്യമന്ത്രി വിജയിച്ചു വന്നത്. അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവാകാൻ കഴിയുക? ആക്ഷേപങ്ങൾ നേരിട്ട് വരട്ടെ. ഈ ജനവിധി എന്ന് പറയുന്നത് LDF-നെതിരായിരുന്നു, CPM-നെതിരായിരുന്നു, പിണറായി വിജയനെതിരായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ആന്റി പിണറായി വോട്ടിംഗ് കൂടി നടന്നിട്ടുണ്ട്. ആ പിണറായി വിജയനെയാണ് പ്രതിപക്ഷ നേതാവാക്കാൻ ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ജനഹിതത്തെ ജനപക്ഷത്ത് നിന്ന് മനസ്സിലാക്കാൻ CPM തയ്യാറാകണമായിരുന്നു. അതൊന്നും എനിക്കറിയാൻ മേല. അതേതായാലും സംഭവിച്ചിട്ടില്ല. ചുരുക്കത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ CPM പരാജയപ്പെടുകയാണ്. ഭരണവിരുദ്ധ വികാരമല്ല, പിണറായി വിജയന്റെയും എം വി ഗോവിന്ദന്റെയും ശൈലിയാണ് തിരിച്ചടിക്ക് കാരണമായതെന്നാണ് വിമർശനം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അഥവാ യാഥാർത്ഥ്യത്തിന് മുന്നിൽ അവർ കണ്ണടച്ചു നിൽക്കുകയാണ്. LDF-നെ പിന്തുണയ്ക്കുന്നവർ, LDF-ന്റെ അനുയായികൾ ഇപ്രാവശ്യം LDF വരണ്ട എന്ന് തന്നെ തീരുമാനിച്ചു. ആ രീതിയിലൊരു തിരുത്തൽ വോട്ടിംഗ് നടന്നു. അത് UDF-ന് ഗുണമാവുകയാണ് ചെയ്തത്. നിങ്ങളൊക്കെ സഹകരിച്ചാൽ കുറച്ചു കാലം ഇവിടെ കാണും. അതിനാ വന്നത്. എന്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം? കണ്ണൂരിലെ കോട്ടകളെല്ലാം ഇളകി മറിയുന്നതാണല്ലോ നമ്മൾ കണ്ടത്. തളിപ്പറമ്പിൽ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ തന്നെ തോൽപ്പിച്ചു. പയ്യന്നൂര് എന്ന് പറഞ്ഞാൽ CPM-ന്റെ കോട്ടയാണ്. അവിടെ ചരിത്രത്തിലാദ്യമായി CPM-ന്റെ വിമതൻ ജയിച്ചു വന്നു. CPM തെറ്റു തിരുത്തുന്നില്ല, CPM പാഠം പഠിക്കുന്നുമില്ല എന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ നിരീക്ഷണം.